എൻ്റെ പേര് മരിയ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡാണ് ഉടമ്പടി എടുത്തത്. കഴിഞ്ഞ മാസം 19-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. എനിക്ക് ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സിന് അഡ്മിഷൻ കിട്ടി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല, ഒട്ടും ആഗ്രഹിക്കാതിരുന്നൊരു കാര്യമായിരുന്നു, എങ്കിലും കിട്ടി. പക്ഷേ എന്നേക്കാൾ കൂടുതലും പ്രതീക്ഷിച്ചതൊക്കെ ഹസ്ബൻഡായിരുന്നു. കാരണം പുള്ളിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകണമെന്ന്. പിന്നെ ജർമ്മനി എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് നല്ല സ്കോപ്പുള്ളൊരു സ്ഥലമായതുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ ഒരുപാട് സ്വപ്നം കണ്ടു. ചേട്ടയുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു എനിക്ക് 10 വർഷം കഴിഞ്ഞ് ഞാൻ BMW വാങ്ങുമെന്നൊക്കെ. പക്ഷേ എന്നിട്ട് ഞങ്ങൾ 10 lakh rupees ലോണൊക്കെ എടുത്തിട്ടും എല്ലാം കൂടി ആയിട്ട് ബ്ലോക്ക് അക്കൗണ്ടിൽ ക്യാഷൊക്കെ കാണിച്ച് ഞങ്ങൾ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. വിസ പ്രോസസ്സിങ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏജൻറ്റ് എന്നെ വിളിച്ചിട്ട് പെട്ടെന്ന് പറയുകയാണ് നിങ്ങളുടെ വിസ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്ന്. പെട്ടെന്ന് അതൊരു 1.5 ഷോക്കായിപ്പോയി. എന്താ ചെയ്യുകയെന്നൊരു പിടുത്തവും ഇല്ല. അയാൾ എന്നോട് ഇത് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു പബ്ലിക് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഒരിക്കലും വിസ റിജക്ഷൻ വരത്തില്ലെന്ന്. പക്ഷേ ഇത് പ്രോസസ്സിങ് കഴിഞ്ഞ് ഒരാഴ്ച നമ്മുടെ ആപ്ലിക്കേഷൻ പോയി, VFSന്ന് ആപ്ലിക്കേഷൻ പോയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ജർമ്മൻ കോൺസുലേറ്റ് IELTS കമ്പൽസറി ആക്കിയെന്ന്. ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെ പാസ്പോർട്ട് അവരുടെ കയ്യിൽ, നമുക്കൊരു IELTS എഴുതാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആകെപ്പാടെ പെട്ടെന്ന് ഷോക്കായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഒരുപാട് എക്സ്പെക്റ്റേഷൻസ്, എനിക്ക് മാത്രമല്ല ഹസ്ബൻഡ്, ഫാമിലി ഫുൾ എല്ലാവരും ഇതൊരു പ്രതീക്ഷയായിട്ട് കണ്ടു നിൽക്കുന്ന സമയം. എന്ത് ചെയ്യണമെന്ന് അറിയാത്തിരുന്ന സമയത്ത് പിന്നെ ഞാൻ വീണ്ടും അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു എല്ലാവർക്കും റിജക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു കുറേ പേർക്ക് മെയിൽ വന്നിട്ടുണ്ട്, എല്ലാവർക്കും റിജക്ഷൻ്റെ മെയിലാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എനിക്ക് മെയിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇതുവരെ നിനക്ക് വന്നിട്ടില്ല, ഇൻ കേസ് അവർ ഇതും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിനക്ക് വിസ അടിച്ച് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറയുകയാണ് നിൻ്റെ വിസ ട്രാക്ക് ചെയ്യുമ്പം അതിനകത്ത് കോൺസുലേറ്റ് IELTS ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇനി ഒരു പ്രതീക്ഷയും വെക്കേണ്ട, 1% പോലും ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അതോടെ എല്ലാ പ്രതീക്ഷയും ഇപ്പോൾ ഫുൾ ഡൗൺ ആയി, തകർന്നു പോയി എന്ന് പറഞ്ഞാൽ അതായിരുന്നു അവസ്ഥ. കാരണം ചേട്ടായി ജോലി റിസൈൻ ചെയ്ത് ജർമ്മൻ പഠിക്കാൻ പോണ കാര്യമൊക്കെ പ്ലാൻ ചെയ്യുന്നു. ഞാൻ ഓൾറെഡി A1 ക്ലാസ്സിന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എനിക്ക് ക്ലാസ്സിന് പോകാൻ തോന്നുന്നില്ല, ഫുൾ ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയം. എനിക്ക് കൃപാസനം, ഉടമ്പടി ഇതിലൊന്നും തീരെ വിശ്വാസമില്ലാതിരുന്ന ഒരാളാണ്. എല്ലാവരും കൃപാസനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന. എന്നിട്ട് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ, ഞാൻ എല്ലാവരോടും വിളിച്ച് പറഞ്ഞു വിസ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ഇനി പോക്കൊന്നും നടക്കില്ല. ഓൾറെഡി എനിക്ക് കിട്ടിയ ജോലി ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തു, എനിക്ക് വേറൊരു ജോലി പറഞ്ഞിരുന്നത് വേണ്ടാന്ന് വെച്ചു, ഇനി ഒരു ചാൻസും ഇല്ല, ആകെപ്പാടെ പെട്ട് നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞു എടി നീ കൃപാസനത്തിലൊന്ന് പോയി നോക്ക്. എൻ്റെ അമ്മ കൃപാസനത്തിൽ പോയിട്ടാണ് അവളുടെ വീട്ടിൽ കുറേ കാര്യങ്ങൾ നടന്നു, ഭയങ്കര അത്ഭുതമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലടി എനിക്ക് ഇതിലത്ര വിശ്വാസമൊന്നും ഇല്ല പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു നീ ഒന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടായിനോട് പറഞ്ഞപ്പോൾ ചേട്ടായി പറഞ്ഞു അവസാനത്തെ കച്ചിത്തുരുമ്പാ, നമുക്കെന്നാൽ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് തൃശ്ശൂർ വീട്ടിൽ വന്ന് അവിടെ നിന്ന് പിറ്റേ ദിവസം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നു. ഇവിടെ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇവിടെ വഴിയിൽ കണ്ടു വെച്ചൊരു ചേച്ചീനെ കണ്ടു. അപ്പോൾ ഇവിടെ വെച്ചൊരു ചേച്ചിയെ കണ്ടു. അപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞു ഭയങ്കര അത്ഭുതം മോള് വിചാരിക്കണ പോലെ ഒന്നും അല്ല, ആ ചേച്ചിയുടെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, നീ പ്രാർത്ഥിച്ചു ഉറപ്പായിട്ട് നടക്കുമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഉടമ്പടി എടുക്കാനാണ് പ്ലാനിട്ട് വന്നേ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരാൾക്കേ ഉടമ്പടി എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ചേട്ടായി പറഞ്ഞു ഇൻ കേസ് ഇവിടെ നിന്ന് അത്ഭുതം സംഭവിച്ച് നിനക്ക് കിട്ടുവാണെങ്കിൽ നിനക്ക് പെട്ടെന്ന് പോകേണ്ടി വരുമല്ലോ, അപ്പോൾ ചേട്ടായി എടുക്കാമെന്ന് പറഞ്ഞു. ചേട്ടായി എന്ന് പറഞ്ഞാൽ വലിയ വിശ്വാസമുള്ള ആളൊന്നുമല്ല, പ്രാർത്ഥിക്കും, പക്ഷേ ഒരു ചടങ്ങ് പോലെ നടത്തുന്ന ഒരാൾ. അപ്പോൾ ഓക്കെ, എന്തായാലും ഞാനും ഓർത്തു ചേട്ടായി എടുത്താലും ഞാൻ പ്രാർത്ഥനയിലും, അതേസമയം ഞാനാണ് ഉടമ്പടി എടുക്കണമെങ്കിൽ ചേട്ടായി പ്രാർത്ഥന എല്ലാം കിടന്നുറങ്ങും. എന്നാൽ പിന്നെ ചേട്ടായിനെയും കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാമെന്ന് വിചാരിച്ച് ഉടമ്പടി എടുപ്പിച്ചു. ചേട്ടായി ഉടമ്പടിയുടെ പ്രാർത്ഥന മോളിൽ കേൾക്കുമ്പോൾ ഞാൻ ഇവിടെ താഴെ വന്നിരുന്ന് ഇവിടെ ഈ റൂമിലിരിക്കുക. എന്നിട്ട് ഞാനിങ്ങനെ മാതാവിൻ്റെ മുഖത്ത് നോക്കി. അപ്പം ഞാനിവിടെ നോക്കുമ്പോൾ ഇവിടെ അച്ഛൻ എല്ലാവരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആകപ്പാട് തകർന്ന് നിൽക്കുന്ന അവസ്ഥ. അന്ന് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ എന്ന് ഓർത്ത് ഞാൻ അടുത്തിരുന്ന് ചേച്ചിയോട് ചോദിച്ചു ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ പോയിട്ട് ഒന്ന് ചോദിച്ച് നോക്കാൻ പറഞ്ഞു, കൗണ്ടറിൽ ചാൻസ് കുറവാണെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇത് രാവിലെ മുതൽ ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ്, നമ്മൾ ഈ 3 മണിക്ക് വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞു, ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആകെപ്പാടെ വീണ്ടും ഡെസ്പായിട്ട് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ മാതാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു മാതാവേ എനിക്കിനി ആരോടും പറയാനൊന്നുമില്ല, ഞാൻ നിൻ്റെ അടുത്ത് ഡയറക്റ്റ് പറയുക, ഇൻ കേസ് 1% പോലും ചാൻസ് ഇല്ല, വിസ റിജക്ഷൻ ഉറപ്പായി, ഇൻ കേസ് ഇത് കിട്ടുവാണെങ്കിൽ അത് നിൻ്റെ മിറാക്കിൾ മാത്രമാണ്, അങ്ങനെ കിട്ടിയാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയി, ഉടമ്പടി ചേട്ടായി എടുത്തു, ഞങ്ങൾ രണ്ടും കൂടെ പോയി. അന്ന് തുടങ്ങിയില്ല, 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കണ്ണൂർ വീട്ടിൽ ചെന്നിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങിയത്. ഒരു ദിവസം പോലും മുടക്കാതെ ഞങ്ങൾ കൃത്യമായി പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞങ്ങൾ മൈസൂർ ട്രിപ്പ് പോയി. അപ്പോൾ അവിടുന്ന് തിരിച്ച് നമുക്ക് പ്രാർത്ഥനയില്ല, സ്പേസില്ല, ഞങ്ങൾ ട്രാവൽ ചെയ്യുക. ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ എന്തായാലും പിറ്റേ ദിവസമാകും. അപ്പോൾ എന്ത് ചെയ്യും, എന്നിട്ട് ഞങ്ങൾ വഴിയിൽ നോക്കി ഒരു പള്ളി കണ്ടു. ആ പള്ളിയുടെ പോർട്ടിക്കോയിൽ ഞങ്ങൾ ഈ തിരിയും സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്ന വഴിയെല്ലാം പോകുന്നത്. ഈ പോർട്ടിക്കോയിൽ പോയി തിരി കത്തിച്ച് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്നിട്ട് മുടക്കിയില്ല ഒരു ദിവസം പോലും. പക്ഷേ 1% പോലും പ്രതീക്ഷയില്ല കേട്ടോ. ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നുണ്ടെങ്കിലും
കിട്ടില്ലെന്ന് ഉറപ്പായ കാര്യമാണ്. എനിക്ക് സംഭവിച്ചാൽ സംഭവിച്ചു, അങ്ങനെ ആകുമ്പോൾ ഒരു കൃപാസനത്തിൽ ഒരു വിശ്വസിക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിൽ. പക്ഷെ ഞങ്ങൾ മുടക്കാണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് കണ്ണൂരിൽ നിന്ന് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ തൃശ്ശൂർ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എനിക്ക് പറഞ്ഞു, മെസ്സേജ് വന്നു, നിങ്ങളുടെ പാസ്പോർട്ട് ഡെസ്പാച്ച് ആയിട്ടുണ്ടെന്ന്. ഇതിനിടയ്ക്ക് എൻ്റെ ഏജൻറ്റ് വിളിച്ചിട്ട് അവരോട് കുറേ കോൺടാക്ട് ചെയ്തു. അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി ഇങ്ങോട്ട് മെയിൽ അയക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് സമയമാകുമ്പോൾ സാധനം അങ്ങോട്ട് വന്നോളും, ഇങ്ങനെ എപ്പോഴും മെയിൽ അയച്ച് ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് എന്നോട് പറഞ്ഞു. അതോടെ എല്ലാ പ്രതീക്ഷയും പോയിട്ട് ഇങ്ങനെ ഞങ്ങൾ പോന്നപ്പോൾ എനിക്ക് പാസ്പോർട്ട് ഡെസ്പാച്ച് ആയെന്ന് പറഞ്ഞു. അപ്പോൾ വിസ റിജക്ഷൻ ഉറപ്പാണ്, വിസ അടിച്ച് വരില്ല, പിന്നെ എന്തിനാണ് പ്രതീക്ഷിക്കുന്നത്. എന്നിട്ട് ചേട്ടായി എറണാകുളത്തെ മീറ്റിങ്ങിന് പോയി. ആ സമയത്ത് എനിക്ക് ഇവർ കോൾ വന്നുകൊണ്ട് നമ്മുടെ ബ്ലൂ ഡാർട്ടിൻ്റെ ഓഫീസിൽ പാസ്പോർട്ട് വന്നിട്ടുണ്ട്, വന്ന് മേടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടായി പോയി. പിന്നെ അപ്പോൾ ഹസ്ബൻഡിന് അനിയൻ ആലുവയില വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എന്നാൽ നീ പോയി മേടിച്ചിട്ട് വേടാ, എന്തായാലും അതിനകത്തൊന്നും ഉണ്ടാവാൻ പോണില്ല, പിന്നെ എന്തിനാ വെറുതെ നോക്കണേന്ന് പറഞ്ഞു. ഇനി അത് അവിടെ ഇരിക്കേണ്ട, പാസ്പോർട്ട് മേടിച്ച് വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവൻ്റെ കയ്യിൽ എൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്തു വിട്ടു. ഇവൻ അവിടെ ചെന്ന് പാസ്പോർട്ട് മേടിച്ചു. ഇവൻ തുറന്നും നോക്കിയില്ല, ഞാനിട്ട് തുറക്കാനും പറയുന്നില്ല. 9 മണിക്ക് വന്ന പാസ്പോർട്ട് 11 മണിയായപ്പോൾ ഹസ്ബൻഡിന് ഇങ്ങനെ മെസ്സേജ് ഇട്ട് കണ്ടിട്ട് പുള്ളി ബ്രേക്ക് ടൈമിൽ എന്നെ വിളിച്ചു. എന്തായി കിട്ടിയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാസ്പോർട്ട് മേടിച്ചു, ഇതുവരെയും തുറന്നൊന്നും നോക്കിയിട്ടില്ല പറഞ്ഞു. അപ്പോൾ പുള്ളിയോട് റെഡി ഇത് എന്താ തുറന്നു നോക്കാത്തേ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് നോക്കാനേട്ടാ, എന്തായാലും റിജക്ഷൻ ആണെന്ന് ഉറപ്പ്. അത് കേൾക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നതാണെങ്കിൽ ആ സമയത്ത് ഒരു സങ്കടം വരും, വെറുതെ സങ്കടപ്പെടാൻ വയ്യ, അവൻ വരുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. പുള്ളി ആ ടൈമിൽ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ വേഗം തുറന്നു നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇതിലെന്തോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടായി എന്നിട്ട് അവൻ വേഗം അയച്ചു തരാൻ പറഞ്ഞു. എന്നിട്ട് ചേട്ടായി അയച്ചിട്ട് ഇത് ചേട്ടായി കണ്ടിട്ട് വിസയാന്ന് ചേട്ടായിക്ക് മനസ്സിലായിട്ടും ചേട്ടായിക്ക് ഒരു വിശ്വാസം വരുന്നില്ല. അപ്പോൾ പുള്ളി നേരെ ഏജൻറ്റിന് അയച്ചിട്ട് ചോദിച്ചു, ഇത് വിസ തന്നെയാണോ? അപ്പോൾ പുള്ളി പറഞ്ഞു, കോളടിച്ചല്ലോ, 1% പോലും പ്രതീക്ഷയില്ലാതിരുന്നൊരു കാര്യമാണ് കേട്ടോ, കാരണം എല്ലാവർക്കും റിജക്ഷൻ വന്നു. IELTS ഇല്ലാണ്ട് ആരൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം റിജക്ഷൻ വന്നു, എനിക്ക് മാത്രം പാസ്പോർട്ടിൽ വിസ അടിച്ച് വന്നേക്കണം. എന്നിട്ട് ചേട്ടാനെ വിളിച്ചിട്ടുണ്ട്, എടി നിനക്ക് വിസ വന്നത്. എനിക്ക് ആ സമയത്ത് വന്നിട്ട് എന്താ പറയുക എന്നറിയത്തില്ല. അതുവരെ ഞങ്ങളൊരു ചടങ്ങിന് വെച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യം അറിയാണ്ട് എൻ്റെ വായിന്ന് പറഞ്ഞു, ഇത് കൃപാസന മാതാവിൻ്റെ മിറാക്കിൾ മാത്രമല്ല, അല്ലാണ്ട് വേറെ ഒന്നുമല്ല എന്ന്. എന്നിട്ട് ഞാനത് എല്ലാവരോടും പറഞ്ഞു. എല്ലാവരും പറഞ്ഞു, ഇതൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്, ഇത് മാതാവിൻ്റെ അത്ഭുതം മാത്രമാണെന്ന്. അതോടെ ഇതുവരെ ചടങ്ങായിട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യങ്ങൾ ഞങ്ങൾ വിശ്വാസത്തോടെ ചെയ്യാനും തുടങ്ങി. മറ്റുള്ളവരിലേക്ക്, അതായത് മറ്റുള്ളവർ പറയുമ്പോൾ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ അതേ മാതാവിന് വേണ്ടിയിട്ട് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരവസ്ഥയിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. പിന്നെ അതുപോലെ ചേട്ടായിയുടെ അനിയന് പോലീസിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവൻ അന്ന് രാവിലെ ചേട്ടായിനോട് പറഞ്ഞു, നമുക്ക് നിയോഗത്തിൻ്റെ സ്ഥാനത്ത് അവന് ഇത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവന് പോയി. ഞങ്ങൾ ആ സമയത്ത് പ്രാർത്ഥിച്ചു. ഫസ്റ്റ് 5 റൗണ്ടിൽ തന്നെ അവൻ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി യേശു നേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം. കഴിഞ്ഞുപോയ കാര്യങ്ങൾ അല്ല ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിക്കുന്ന വിഷയങ്ങൾ, അതാണ് നമ്മൾ 6 നിയോഗങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ വയ്ക്കാറുള്ളത്. ആ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിപൂർണമായിട്ടും മരിയൻ ഉടമ്പടിയുടെ പരിശുദ്ധ അമ്മ നമ്മൾ ആവശ്യപ്പെടുന്നത് വിശ്വസ്തയോടുകൂടി അത് പാലിക്കണമെന്നാണ്. ഇനി അത് വിശ്വസ്തയോടെ പാലിക്കാൻ പറ്റുന്നില്ല, അത് പലപ്പോഴും ഉഴപ്പാണെങ്കിൽ പോലും പരിശുദ്ധ അമ്മ ഈശോയും ഒരു വ്യക്തിയെ വിടുകയില്ല. ആ വ്യക്തിയെ താഴെ ഇടാനും ഒരിക്കലും അമ്മ താഴെയിടുകയുമില്ല. കാരണം മറിച്ച് അതിൻ്റെ വിശ്വാസ്യതയുടെ ആഴം അല്ലെങ്കിൽ എത്രമാത്രം വിശ്വസ്തയോടെ ആയിരിക്കണം എന്ന് ബോധ്യപ്പെടുത്താനായിട്ട് പരിശുദ്ധമ്മ ചില അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ചെയ്യും. അത്തരം ഒരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. പരിശുദ്ധ അമ്മയും ഈശോയും ഈ മകളുടെ ജീവിതത്തിൽ ചെയ്തു കൊടുത്തത് വലിയ അത്ഭുതം തന്നെയാണ്. കാരണം 1% മാത്രമേ, അതും സാധ്യതയില്ല. ഒരിക്കലും ജർമ്മനിയിൽ പോകാൻ IELTS ആദ്യം നിർബന്ധമല്ലായിരുന്നു. പക്ഷെ പിന്നീട് അത് ഒരു ലോ വന്നു. അതിനുശേഷം പിന്നീട് അതിലേക്ക് പ്രവേശിക്കാനുള്ള സമയമില്ല. പാസ്പോർട്ട് എല്ലാം ഓൾറെഡി സബ്മിറ്റഡ് ആണ്, എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലാണ്. ഇപ്പോൾ ഒരു IELTS എഴുതണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പാസ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ടാകണം. അത് നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഡേറ്റ് എടുക്കണമെങ്കിൽ പോലും ഈ പാസ്പോർട്ട് ആവശ്യമാണ്. പക്ഷെ ഓൾറെഡി എല്ലാ പേപ്പേഴ്സും ജർമ്മനിയുടെ കാര്യത്തിന് വേണ്ടി സമർപ്പിച്ച് കഴിഞ്ഞു. അതിന് കിട്ടാനും പോകുന്നില്ല. ഇനി കിട്ടിയാൽ തന്നെ അത് നമുക്ക് അങ്ങനെയാണെന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞു പോയൊരു വിഷയത്തിലാണ് സഞ്ചാരി മാതാവ് ഇന്നലകളിൽ സഞ്ചരിച്ച് അതിലെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി. ഇനി IELTS എഴുതാൻ പറ്റത്തില്ല, പോകാനും പറ്റത്തില്ല എന്നുള്ള വിഷയത്തെ മനോഹരമായിട്ട് ഏറ്റെടുത്ത് അതിലൂടെ ഇവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് ഈ ഉടമ്പടി വിശ്വസ്തത പാലിക്കാനായിട്ട് അത്ഭുതകരമായിട്ട് ഒരിക്കലും സാധിക്കാൻ പോകുന്ന ഒരു കാര്യമല്ലത്. ഒരിക്കലും അങ്ങനെ ചെയ്യാറുമില്ല, പലപ്പോഴും മിസ്റ്റേക്കാണെന്ന് പോലെ പറയാം. പക്ഷേ അമ്മ ഈശോ, ജീവനുള്ള അമ്മ, ഈ ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധി അമ്മ ഈ മകളുടെ വിഷയം ഏറ്റെടുക്കുകയും അത് ഈശോയ്ക്ക് കൊടുക്കുകയും ഇവർ ചെയ്ത ത്യാഗങ്ങൾ, ഇവർ ഉടമ്പടിയിൽ കാണിച്ച വിശ്വസ്തത, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് അമ്മ അത്ഭുതകരമായിട്ട് ചെയ്തു കൊടുത്തത്. ആ പാസ്പോർട്ടിൽ വിസ അടിച്ചാണ് ഇവർക്കത് നൽകിയത്. ഇത് തീർച്ചയായിട്ടും Efesos 2:8 പറയുന്നത്
വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഈ മകളുടെ ജീവിതത്തിൽ, ഈ കുടുംബജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഈ കൃപ ഒഴുകിയിറങ്ങി വരികയും അത് മെറിറ്റാലല്ല, കൃപയാൽ മാത്രം യാഥാർത്ഥ്യമായത്. ഇതോടൊപ്പം തന്നെ ഈ കൃപാസനത്തെക്കുറിച്ച് ഒത്തിരിയേറെ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയെ തന്നെയാണ് പരിശുദ്ധ അമ്മ ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഈ കൃപാസന ഉടമ്പടിയെക്കുറിച്ചുള്ള വലിയ ബോധ്യങ്ങൾ നൽകാൻ സാക്ഷിയാക്കി നിർത്തിയത്. പരിശുദ്ധ ഈശോയ്ക്ക് ഈ മകളോടൊപ്പം കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്വിക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോ ആരാധന, ഈശോയെ മഹത്വം. ഹലോ, ആവേ മരിയ. എൻ്റെ പേര് സുജ. വയനാട്ടിലെ നടവൽ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. 2019 ഡിസംബർ മാസം 14-ാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അമ്മയ്ക്ക് ശക്തമായ ശ്വാസം മുട്ടലും ചുമയും തീരെ വയ്യാതായപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ വിധി എഴുതി അമ്മയ്ക്ക് ശ്വാസകോശത്തിൽ ക്യാൻസറാണെന്ന്. ഈ രോഗം അമ്മ കുറേ കാലമായി അനുഭവിക്കുന്നു. മരുന്ന് വാങ്ങും, ഇഞ്ചക്ഷൻ എടുക്കും, രോഗം കുറച്ച് ദിവസം ഭേദമാകും, വീണ്ടും ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരുന്നു. അവസാനം ഡോക്ടർമാർ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യും. അവിടെ ചെന്നപ്പോൾ ടെസ്റ്റുകളൊന്നും നടത്താൻ തന്നെ, ബയോപ്സിയൊക്കെ ചെയ്യണമെങ്കിൽ അമ്മയ്ക്ക് അതിനുള്ള ആരോഗ്യമില്ല. ഓക്സിജൻ്റെ അളവ് തീരെ കുറവായിരുന്നു. അതുകൊണ്ട് ടെസ്റ്റുകൾ നടത്താനൊന്നും കഴിയില്ല. പക്ഷേ ഇവർക്ക് രോഗം മൂർച്ഛിച്ചതായതുകൊണ്ട് നിങ്ങൾ തിരികെ ഇവിടെ ഇനി ചികിത്സിക്കാനൊന്നും കഴിവില്ല, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കുള്ളൂ, ഓക്സിജൻ സിലിണ്ടറിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ. മെഡിക്കൽ കോളേജിൽ ഒരാഴ്ച കിടന്നിരുന്നു. അപ്പോൾ എല്ലാ സമയത്തും ഓക്സിജൻ അമ്മയ്ക്ക് വെച്ച് കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഓക്സിജൻ സിലിണ്ടർ വീട്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ഡോക്ടർമാർ ഞങ്ങളെ വിട്ടു. അപ്പോൾ ആംബുലൻസ് അവർ തന്നെയാണ് റെഡിയാക്കിയത്. ഓക്സിജൻ സിലിണ്ടർ സൗകര്യമുള്ള ആംബുലൻസിൽ മാത്രമേ കൊണ്ടുപോകാവൂ എന്ന് പറഞ്ഞ് അങ്ങനെ വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലാത്തതുകൊണ്ട് മലപ്പുറത്ത് അനുജത്തിയുടെ വീട്ടിലേക്ക് അമ്മയെ കൊണ്ടുപോകുന്നു. അത് 2019 നവംബർ മാസത്തിലായിരുന്നു ഇത് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു മുസ്ലിം സഹോദരൻ മൂലം ഞാൻ എൻ്റെ ഹസ്ബൻഡ് കൃപാസനത്തെക്കുറിച്ച് അറിയുകയും അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു, നീ പോയി ഉടമ്പടി എടുക്ക്, ദൈവം എന്തായാലും അത്ഭുതം ഇരിക്കില്ല എന്ന്. അങ്ങനെ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സ്ഥലവും ലൊക്കേഷനും സെർച്ച് ചെയ്തു, അതിനകത്ത് പ്രാർത്ഥനയൊന്ന് കേട്ടു. അടുത്ത ദിവസം ഞാൻ ബസ് ബുക്ക് ചെയ്യുന്നു. ഞാൻ വയനാട്ടിൽ നിന്ന്, ഹസ്ബൻഡ് മലപ്പുറത്താണ് വർക്ക് ചെയ്യുന്നത്, വയനാട്ടിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വരുന്നു. എനിക്ക് കൃത്യമായിട്ട് ബസ്സും കിട്ടി, കൃത്യമായിട്ട് എന്നെ ഇവിടെ കൊണ്ട് ഇറക്കുകയും ചെയ്തു. അന്ന് വന്നപ്പോൾ അവിടെ ഇരുന്ന് ആൾ പറഞ്ഞു ഇന്ന് ഉടമ്പടി എടുക്കാൻ കഴിയില്ല എന്ന്. പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കുമെന്ന്. അങ്ങനെ അന്ന് ഉടമ്പടി എടുക്കാൻ കുറച്ച് പേരെ ദൂരെ നിന്ന് വന്നവർക്കൊക്കെ ഉടമ്പടി എടുക്കാൻ സഹായിച്ചു. അങ്ങനെ ഞാൻ 6 നിയോഗങ്ങൾ വെച്ച് ഉടമ്പടി എടുത്തു. ഉടമ്പടിയൊക്കെ എടുത്ത് ഞാൻ വീട്ടിലേക്ക് പോയി. അമ്മയ്ക്ക് വെഞ്ചരിച്ച എണ്ണയൊക്കെ കൊണ്ട് പ്രാർത്ഥിച്ച്, ഉടമ്പടി തൈലം കൊണ്ട് പ്രാർത്ഥിച്ച് അമ്മയുടെ നെഞ്ചിലൊക്കെയാണ് വിഷം, അവിടെയൊക്കെ അങ്ങ് തിരുമ്മി. അത് കഴിഞ്ഞ് അമ്മ ഒന്ന് കുളിച്ചപ്പോൾ തന്നെ അമ്മയുടെ മുഖത്ത് പെട്ടെന്നൊരു പ്രസാദം വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതെല്ലാവരും പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ വയനാട്ടിലേക്ക് പോയി. അമ്മ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഒരുപാട് എല്ലാവരും പറയുന്നു അമ്മയ്ക്ക് ഈ രോഗമൊന്നുമില്ല, ഇങ്ങനെ രോഗമുള്ള ആൾ, അമ്മയ്ക്ക് ഡോക്ടർമാർക്ക് തെറ്റിയതായിരിക്കും, ഈ രോഗമുള്ള ആൾ ഒരിക്കലും ഇങ്ങനെയൊന്നും. അമ്മ നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി, ആരെ കണ്ടാലും ഒത്തിരി സംസാരിക്കും, വളരെ ഫ്രഷായി അമ്മ. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു, നല്ല ഒരിക്കൽ പോലും വീട്ടിൽ പോയിട്ട് അമ്മയ്ക്ക് ഓക്സിജൻ സിലിണ്ടർ വയ്ക്കാൻ വേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളിത് ഉപയോഗിക്കാത്തതുകൊണ്ട് ഞങ്ങളിത് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. ഒരിക്കലും അമ്മയ്ക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടേ ഇല്ല. അപ്പോൾ അമ്മ അത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ സ്വപ്നം കണ്ടു. ഒരു സുന്ദരിയായ ഒരു 12 വയസ്സുള്ള ഒരു മുസ്ലിം കുട്ടിയുടെ ലുക്കായിട്ടാണ് തോന്നിയതെല്ലാം മൂടിക്കെട്ടി വന്ന് അമ്മയുടെ നെഞ്ചിൽ വന്നിരുന്ന് ഇങ്ങനെ തലോടുന്നതായിട്ട് കണ്ടു, സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അതിനുശേഷം അമ്മയ്ക്ക് ഭയങ്കര മാറ്റങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അനുഗ്രഹം ദൈവം തന്നു. ഇന്നും അമ്മ സുഖമായിട്ട് ജീവിക്കുന്നു. എല്ലാവരും പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ദിവസം ഇനി ആയുസ്സുണ്ടാവുള്ളൂ, അതുകൊണ്ട് നിങ്ങളിവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന്. അമ്മയ്ക്ക് ദൈവം എൻ്റെ മാതാവ് തന്ന അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഒപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ തൊണ്ടവേദന ഒരുപാട് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ടോൺസിൽസിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് എപ്പോഴും ഞാൻ നോക്കുമ്പോൾ എന്നും മരുന്ന്, ഒന്നുകിൽ ആൻറ്റിബയോട്ടിക് കഴിക്കും, അല്ലെങ്കിൽ അലോപ്പതി, ഇല്ലെങ്കിൽ ഹോമിയോ, ഇതൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന് തൊണ്ടവേദന, അലർജി. അത് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം വന്നിട്ടേ ഇല്ല. ചെറിയതായിട്ട് വരുമ്പോൾ ഒരു ഉപ്പുവെള്ളം കുലുക്കുഴിയും, അതോടുകൂടി ഇത് മാറും, മരുന്ന് കഴിച്ചിട്ടേ ഇല്ല. പിന്നെ ഒന്ന് എൻ്റെ അനിയത്തിയും 1 വയസ്സുള്ള കുഞ്ഞുമാണ്. ഈ കുഞ്ഞുണ്ടായപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് അതിനെന്നും ശ്വാസം മുട്ടായിരുന്നു. 1 മാസം 2 ദിവസമൊക്കെ ഈ കൊച്ച് എന്നും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു, ഒരാഴ്ചയോളം.
ഞാൻ അതും അമ്മയോട് അവസാനത്തെ നിയോഗമായിട്ടാണ് അവളെ ഓർമ്മ വന്ന് എഴുതി അവസാന നിയോഗമായിട്ട് അവരെ സമർപ്പിച്ചു. അതിന് ഉടമ്പടി എടുത്തതിന് ശേഷമാണെന്നറിയില്ല, കുട്ടി അതിന് ശേഷം ഇന്ന് വരെ ഹോസ്പിറ്റലിൽ ഈ ഒരു അസുഖം വന്നിട്ട് അവൾക്ക് പോകേണ്ടി വന്നില്ല. അവളുടെ അമ്മയ്ക്ക് ഇത് തന്നെയായിരുന്നു. 2 പേർക്കും ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ തന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയും പോലെ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഈ പുസ്തകമൊന്നും തികയില്ല എന്ന് പറഞ്ഞല്ലോ. ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് തന്നുകൊണ്ടിരുന്നു. വഴി കിട്ടിയത് എങ്ങനെയാണ്? ഒരു സാക്ഷി എഴുതി തന്നായിരുന്നല്ലോ വഴി. അത് ഞങ്ങളുടെ സ്ഥലത്തേക്കൊരു 3 അടി വഴിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സ്ഥലം, അതിന് തൊട്ടടുത്ത സ്ഥലത്തെ ഉടമസ്ഥൻ അത് വിറ്റുപോയപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു, രജിസ്ട്രേഷന് മുമ്പ് ഞങ്ങൾക്കൊരു കുറച്ച് വീതി കൂടെ വഴി, ഒരു 10 അടി വീതി, ഒരു 5 അടി 10 അടി വീതിയിലൊരു വഴി തരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ വിറ്റുപോയില്ലേ, ഇനി നിങ്ങൾ ഞാൻ കൊടുത്ത ആളെ നിന്ന് വാങ്ങാൻ. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴും അദ്ദേഹത്തിന് യാതൊരുവിധ താല്പര്യവും ഇല്ല. നമുക്ക് സ്ഥലമായിരുന്നു, അദ്ദേഹത്തിന് വിൽക്കാൻ താല്പര്യമില്ല, പൈസയ്ക്ക് ആവശ്യമില്ല, അപ്പം ഞങ്ങൾക്ക് തരില്ല എന്നുള്ളൊരു സംസാരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അതുവഴി പാല് വാങ്ങാൻ പോകുമ്പോൾ ഞാൻ ഒരു ദിവസം മനസ്സിലിങ്ങനെ തോന്നിച്ചു, ഏതായാലും വെഞ്ചരിച്ച ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ഉപ്പ് എടുത്തുകൊണ്ട് വന്ന് ഞാൻ ആ റബ്ബർ തോട്ടാണ്, അതിനകത്തൂടെ ഇവിടം വരെയുള്ള വഴി എനിക്ക് തരണേ മാതാവേ എന്ന് പറഞ്ഞ് 3-4 റബ്ബറിൻ്റെ ചോട്ടിൽ ഞാനിങ്ങനെ വെതറി. ഭയങ്കര വിഷമമായിരുന്നു. ആ വഴി കിട്ടാണ്ട് എനിക്ക് ആ വഴി പോകാൻ തന്നെ സങ്കടമായിരുന്നു. ഞാനെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞില്ല, അദ്ദേഹം ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു, ജയ്മോനെ വഴി തരാം കേട്ടോ, നിനക്ക് എത്ര വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞിട്ട് ഒരു വിലയൊക്കെ കൂട്ടി വാങ്ങി. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്കത് വളരെ അനുഗ്രഹമായിരുന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നു. തൊണ്ടവേദന പൂർണ്ണമായിട്ട് മാറിയോ? അതിനുശേഷം തൊണ്ടവേദന പിന്നെ കാര്യമായിട്ട് വന്നിട്ടേ ഇല്ല. ഇടയ്ക്കൊരു തൊണ്ട കാറിൽ പോലെയൊക്കെ വരും. അപ്പോൾ ഉപ്പുവെള്ളമൊക്കെ ഗാർഗിൾ ചെയ്യുള്ളൂ. നേരത്തെ ആൻറ്റിബയോട്ടിക് ധാരാളം കഴിക്കണമായിരുന്നു, എന്നാലേ ഒരാഴ്ചയൊക്കെ കണ്ടിന്യൂ കഴിച്ചാലേ മാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ വന്നു. അതുപോലെ തന്നെ എനിക്ക് ശരീരത്തിൽ ഈ വെയിൻസിൻ്റെ ഒക്കെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഞരമ്പുകളെയും നാഡികളെയൊക്കെ ബാധിക്കുന്ന രോഗം ഉണ്ടായിരുന്നു എനിക്ക്. അതും വളരെ ആശ്വാസമുണ്ട്. ഇപ്പം നന്നായിട്ട് ജോലി ചെയ്യുന്നതിനൊക്കെ കഴിയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ ശ്രവിച്ചത്. കാരണം ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ ആദ്യമേ ശ്രവിച്ചിട്ടുണ്ടാവും. ഈ കുടുംബത്തിന് പരിശുദ്ധ അമ്മയെ പരിചയപ്പെടുത്തി കൊടുത്തത് ഒരു മുസ്ലിം സഹോദരനാണ്. അമ്മയ്ക്ക് ശ്വാസകോശ ക്യാൻസർ വന്നപ്പോൾ ഇതിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു മുസ്ലിം സഹോദരനാണ് കൃപാസനത്തെ പറ്റി ഈ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത്. വിജാതീയരുടെ പ്രേക്ഷിത പ്രവർത്തന തീക്ഷ്ണത നമ്മൾ ക്രിസ്ത്യാനികൾക്ക് ശരിക്കൊരു പാഠമാകേണ്ടതാണ്. കാരണം ഇന്ന് ഇവിടെ കൃപാസനത്തിൽ പത്രം വാങ്ങിച്ചുകൊണ്ട് വരുന്ന അനേകം സഹോദരങ്ങൾക്കാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയെ ഒരു സാക്ഷ്യമായിട്ട് ജീവിക്കാൻ വളരെ മടി കാണിക്കുന്നത്. അവിടെയാണ് ഒരു മുസ്ലിം സഹോദരൻ ഇവരോട് പറഞ്ഞു, അമ്മയുടെ അസുഖം മാറാൻ ഞാനൊരു ധ്യാനകേന്ദ്രം പരിചയപ്പെടുത്തി തരാം, കൃപാസനം. അങ്ങനെ ഈ മകള് യൂട്യൂബിൽ സെർച്ച് ചെയ്തു. അങ്ങനെയാണ് കൃപാസനത്തിൽ വരുന്നത്. വയനാട്ടിൽ നിന്നാണ് ഈ കുടുംബം നമ്മുടെ മുമ്പിൽ സാക്ഷ്യമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ സംഭവിച്ചത് കാര്യം നമ്മൾ നേരിട്ട് കേട്ടു. ശ്വാസകോശ സംബന്ധമായിട്ട് ക്യാൻസർ മൂലം 95 വയസ്സ്. എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക്? 75 വയസ്സിന് മുകളിലുള്ള ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് ഹോസ്പിറ്റലുകാർ പറഞ്ഞു, ഇനി സിലിണ്ടറോട് കൂടി വീട്ടിൽ പോയാൽ മതി, ശ്വാസകോശ ക്യാൻസർ ആണല്ലോ, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ പരിശുദ്ധ അമ്മ ഉടമ്പടി എടുത്തെന്നുള്ള ഒറ്റ കാരണത്താൽ ഇവർ പറഞ്ഞ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഒരു മുസ്ലിം സഹോദരിയുടെ ആ ഒരു രൂപത്തിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട് ആ മകളുടെ ആ അമ്മയുടെ നെഞ്ച് തലോടി. തുടർന്ന് എല്ലാ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ മാറി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചമ്മ മുഖത്തൊരു പ്രസാദം ഇവരെല്ലാവരും കണ്ടു എന്നാണ് സാക്ഷ്യപ്പെടുത്തിയത്. വലിയൊരു സാക്ഷ്യമാണ്. ഒപ്പം തന്നെ രണ്ടാമതായിട്ട് പറഞ്ഞ സാക്ഷി നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. വെഞ്ചിരിച്ച കൃപാസനത്തിൽ നിന്ന് കൊടുത്തുവിട്ട വെഞ്ചിരിച്ച ഉപ്പ് വഴിയിൽ വിതറി അമ്മയോട് കണ്ണീരോടെ പറഞ്ഞു, ഈ വഴി കിട്ടണമെന്ന്. അമ്മ അതും നടത്തിക്കൊടുത്തു. ഇത്ര വലിയ അനുഗ്രഹങ്ങൾ ചെയ്ത പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.